ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതാമൃതം ശ്രീമദ് ഭാഗവതാമൃതം 12-ാം സ്കന്ധം തുടരുകയാണ്. കാലഗതി. രാജാവ് അപേക്ഷിച്ചു, മഹർഷേ, കലികാലത്ത് വർദ്ധിച്ചു വരുന്ന ദോഷങ്ങളെ ജനങ്ങൾ എങ്ങനെ ഇല്ലാതാക്കും എന്നു പറഞ്ഞു തന്നാലും. മഹാവിഷ്ണുവിൻ്റെ സ്വരൂപമായ കാലത്തിൻ്റെ ഗതിയും സ്ഥിതിപ്രളയങ്ങളുടെ പരിമാണവും യുഗങ്ങളും യുഗധർമ്മങ്ങളും ഉപദേശിച്ചാലും. ശ്രീശുകൻ അരുളി, കൃതയുഗത്തിൽ ചതുഷ്പദമായ ധർമ്മം നിലനിൽക്കുന്നു. സത്യം, ദയ, തപസ്, ദാനം ഇവയാണ് ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ. അക്കാലത്തെ ജനങ്ങൾ പ്രായേണ സന്തുഷ്ടരും കരുണാലുക്കളും മൈത്രീയുക്തരും ശാന്തരും ദാന്തരും സഹനശീലരും ആത്മാരാമന്മാരും സമദൃക്കുകളും അധ്യാത്മനിഷ്ഠരും ആയിരിക്കും. ത്രേതായുഗത്തിൽ ധർമ്മപാദങ്ങളുടെ 4-ലൊരംശം മെല്ലെ നഷ്ടമായി പോകും. അധർമ്മപാദങ്ങളായ അസത്യം, ഹിംസ, അസന്തോഷം, കലഹം എന്നിവ ആ സ്ഥാനം അപഹരിക്കും. അക്കാലത്ത് ബ്രാഹ്മണരായിരിക്കും അധികം. ജനങ്ങൾ യജ്ഞാനുഷ്ഠാനത്തിലും തപസ്സിലും നിഷ്ഠയുള്ളവരും ധർമാർത്ഥകാമങ്ങളിൽ ശ്രദ്ധാലുക്കളും വേദോക്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ സമർത്ഥരും വിഷയങ്ങളിൽ അത്യാസക്തിയില്ലാത്തവരും ആയിരിക്കും. ദ്വാപരത്തിൽ ധർമ്മത്തിൻ്റെ 4 പാദങ്ങളായ സത്യം, ദയ, തപസ്, ദാനം ഇവയുടെ അർത്ഥാംശത്തിന് നാശം വരും. അസത്യം, ഹിംസ, അസന്തുഷ്ടി, ദ്വേഷം ഇവ ധർമ്മപാദങ്ങൾക്ക് ലോപം വരുത്തും. അക്കാലത്ത് ജനങ്ങൾ കീർത്തിപ്രിയരും വലിയ യാഗങ്ങൾ ചെയ്യുന്നതിൽ തൽപരരും വേദാധ്യയനത്തിൽ ശ്രദ്ധാലുക്കളും ധനികരും കുടുംബപോഷണ സമർത്ഥരും സന്തുഷ്ടരുമായിരിക്കും. ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കുമായിരിക്കും ദ്വാപരയുഗത്തിൽ പ്രാധാന്യം. കലിയിലാവട്ടെ ധർമ്മപാദങ്ങളിൽ 4-ലൊന്നേ ബാക്കി നിൽക്കൂ. കലിയുടെ അവസാനമാവുമ്പോഴേക്കും അധർമ്മപാദങ്ങളുടെ വളർച്ച കൊണ്ട് ബാക്കി നിന്നതും നശിച്ചു പോകും. കലിയിൽ ജനങ്ങൾ ലോഭികളും ദുരാചാരരും നിർദ്ദയരും ശുഷ്കവൈരികളും ഭാഗ്യഹീനരും അത്യാഗ്രഹികളും ആയിരിക്കും. ശൂദ്രർക്കും കൈവർത്തകന്മാർക്കുമായിരിക്കും അക്കാലത്ത് പ്രാബല്യം. സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ മനുഷ്യരിലുണ്ട്. കാലപ്രേരണ കൊണ്ട് അവയ്ക്ക് അവരുടെ മനസ്സിൽ പരിവർത്തനം സംഭവിക്കുന്നു. സത്വഗുണം വർദ്ധിച്ച് മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും പ്രസന്നങ്ങളാവുകയും ജ്ഞാനസമ്പാദനത്തിലും തപോനുഷ്ഠാനത്തിലും അഭിരുചി ജനിക്കുകയും ചെയ്യുമ്പോൾ കൃതയുഗം എന്നറിയുക. ജനങ്ങൾക്ക് ധർമാർത്ഥകാമങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുമ്പോൾ രജോഗുണപ്രധാനമായ ത്രേതായുഗമാണ് എന്നറിഞ്ഞുകൊള്ളുക. ലോഭം, അസന്തോഷം, മാനം, ദംഭം, മത്സരം, കാമ്യകർമ്മങ്ങളിലെ ആസക്തി എന്നിവ വർദ്ധിക്കുമ്പോൾ രജസ്തമോയുക്തമായ ദ്വാപരയുഗം ആണ് അത്. കാപട്യം, അനൃതം, ആലസ്യം, നിദ്ര, ഹിംസ, വിഷാദം, ശോകം, മോഹം, ഭയം, ദൈന്യം ഇവ പെരുകുമ്പോൾ അത് കലിയുഗം എന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. കലികാലത്തിൽ ജനങ്ങൾ അല്പദൃഷ്ടികളും ഭാഗ്യഹീനരും അതിഭോജികളും കാമികളും നിർധനരും സ്ത്രീകൾ സ്വൈരിണികളും അസതികളും ആയിരിക്കും. കലിയിൽ നാട്ടിൽ കള്ളന്മാരായിരിക്കും പ്രമാണികൾ. വേദമാർഗം പാഖണ്ഡമതത്താൽ ദൂഷിതമായിത്തീരും. രാജാക്കന്മാർ പ്രജാപീഡകരായിരിക്കും. ദ്വിജന്മാർ ഉദരോവസ്ഥ തൽപരന്മാരുമായിരിക്കും. ബ്രഹ്മചാരികൾ വ്രതദീക്ഷ വെടിഞ്ഞവരും ശൗചഹീനരുമാകും. ഗൃഹസ്ഥന്മാർ ഭിക്ഷോപജീവികളാകും. തപസ്വികൾ ഗ്രാമവാസികളാകും. സന്യാസികൾ ധനലോഭികളുമാകും. സ്ത്രീകൾ ഹ്രസ്വകായരും അമിതമായി ആഹാരം കഴിക്കുന്നവരും അനവധി സന്താനങ്ങളെ ജനിപ്പിക്കുന്നവരും നിർലജ്ജരും എപ്പോഴും പരുഷമായി സംസാരിക്കുന്നവരും മോഷണം, വഞ്ചന, സാഹസം ഇവയിൽ പ്രിയമുള്ളവരും ആയിരിക്കും. നീചന്മാരും വഞ്ചകന്മാരും ആയ വ്യാപാരികളായിരിക്കും ക്രയവിക്രയം നടത്തുന്നത്. ആപത്തൊന്നുമില്ലാത്തപ്പോഴും ജനങ്ങൾ ഉപജീവനത്തിനായി സജ്ജനനിന്ദിതങ്ങളായ മാർഗങ്ങൾ സ്വീകരിക്കും. സർവോത്തമനെങ്കിലും വിത്തഹീനനായ യജമാനനെ ഭൃത്യന്മാരും പരമ്പരയാ കുടുംബത്തെ സേവിച്ചു പോരുന്നവരുടെ കുലത്തിൽ പിറന്നവനായാലും
രോഗാദികൾ കൊണ്ടോ മറ്റോ വേല ചെയ്യാൻ വയ്യാതായ ഭൃത്യനെ യജമാനന്മാരും ഉപേക്ഷിക്കും. കറവു പറ്റിയ പശുക്കളെ ആളുകൾ നോക്കാതാകും. കലികാലത്തിൽ ആളുകൾ അച്ഛനെയും കൂടപ്പിറപ്പുകളെയും സ്നേഹിതരെയും ബന്ധുക്കളെയും വെടിഞ്ഞ് സുരത സുഹൃത്തുക്കളെ തേടിപ്പോകും. കാര്യാലോചന നടത്തുന്നത് ശ്യാലന്മാരും ഭാര്യാസഹോദരിമാരുമായിട്ടായിരിക്കും. ആളുകൾ കാമിനീ കിങ്കരരും ദീനരും ആയിത്തീരും. ശൂദ്രന്മാർ വേഷവും ധരിച്ച് ദാനവും സ്വീകരിച്ച് കാലയാപനം നടത്തും. ധർമ്മമറിയാത്തവർ ഉയർന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ധർമ്മോപദേശം നടത്തും. മഴയില്ലായ്ക കൊണ്ട് ആഹാരം കിട്ടാതെ പട്ടിണി കിടന്നും കരം കൊടുക്കാൻ കഴിയാതെയും ജനങ്ങൾ സദാ ഭയചകിതരായിരിക്കും. വസനം അശനം പാനം ശയനം ഭോഗം സ്നാനം ഭൂഷണം ഇവയൊന്നുമില്ലാതെ ജനങ്ങൾ കലിയിൽ പിശാചുക്കളെപ്പോലെ ആയിത്തീരും. കാൽക്കാശിനു വേണ്ടി ആളുകൾ സ്നേഹം വെടിഞ്ഞ് വഴക്കടിച്ച് സ്വജനങ്ങളെ കൊല്ലും, പ്രാണൻ വെടിയും. ഉദരോപസ്ഥ തർപ്പണത്തിൽ മാത്രം തൽപരരായ കലികാല ജനങ്ങൾ വൃദ്ധരായ മാതാപിതാക്കളെയും സർവാർത്ഥ കുശലന്മാരായ പുത്രന്മാരെയും രക്ഷിക്കാതാകും. കലിയിൽ പാഷണ്ഡമതദൂഷിതരായ ജനങ്ങൾ ലോകഗുരുവും സർവലോകവന്ദ്യമായ പാദപത്മത്തോടു കൂടിയവനും നാശരഹിതനുമായ ശ്രീഭഗവാനെ പ്രായേണ ആരാധിക്കുകയില്ല. മരണസമയത്തോ രോഗാതുരനായിട്ടോ ഉരുണ്ടു വീഴുമ്പോഴോ കാൽവഴുതിപ്പോകുമ്പോഴോ വിവശനായിട്ട് ഏതൊരുവൻ്റെ നാമം ഉച്ചരിച്ചാൽ ഒരുവൻ കർമ്മബന്ധനങ്ങളിൽ നിന്നെല്ലാം മുക്തനായി പരമപദം പ്രാപിക്കുമോ ആ ശ്രീഭഗവാനെ ആളുകൾ കലികാലത്ത് ആരാധിക്കാതാകും. നിഷിദ്ധ അന്നഭക്ഷണം അശുദ്ധദേശവാസം വർജ്യവിഷയ ഭോഗം എന്നിങ്ങനെ കലികൃതങ്ങളായ ദ്രവ്യദേശാത്മസംഭവദോഷങ്ങളെയെല്ലാം പുരുഷോത്തമനായ ശ്രീഭഗവാൻ ഹൃദയത്തിൽ വാണരുളി നിർമാർജനം ചെയ്യുന്നു. കഥാശ്രവണം, നാമകീർത്തനം, ധ്യാനം, പൂജ, നമസ്കാരം ഇവയാൽ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഭഗവാൻ അനേകായിരം ജന്മങ്ങളിലെ അശുഭങ്ങളെ ഇല്ലായ്മ ചെയ്യും. വഹ്നി സ്വർണത്തിൽ വ്യാപിച്ച് ഇതരധാതുക്കളുടെ സംസർഗം കൊണ്ടുള്ള മാലിന്യത്തെ നീക്കം പോലെ ശ്രീഭഗവാൻ യോഗികളുടെ ചിത്തത്തിൽ വസിച്ച് അശുഭവാസനകളെ നശിപ്പിക്കുന്നു. അപരിമേയനായ ശ്രീഭഗവാൻ ഹൃദയത്തിൽ വാണരുളുമ്പോൾ ഉണ്ടാവുന്നത്ര ആത്മശുദ്ധി വിദ്യ, തപസ്, പ്രാണായാമം, മൈത്രി, തീർത്ഥസ്നാനം, വ്രതം, ദാനം, ജപം എന്നിവ കൊണ്ടൊന്നും ലഭിക്കുന്നതല്ല. അതിനാലല്ലയോ രാജൻ, ആസന്നമൃത്യുവായ അങ്ങ് സർവേശ്വരനെ സർവാത്മന സശ്രദ്ധം ഹൃദയത്തിൽ സ്ഥാപിക്കുക. അങ്ങനെ അങ്ങ് പരമഗതി പ്രാപിക്കും. സർവാത്മാവും സർവാധിഷ്ഠാനവുമായ ശ്രീഭഗവാൻ മരണമെടുത്തവർക്ക് നിതരാം അനുധേയനാകുന്നു. അവർക്ക് ഭഗവാൻ സ്വപദം നൽകുന്നു. ശ്രീകൃഷ്ണനാമത്തിൻ്റെ സങ്കീർത്തനം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുക്തസംഗരായി പരമപദം പ്രാപിക്കാം എന്ന മഹത്തായ ഒരു ഗുണം ദോഷനിധിയായ കലികാലത്തിനുണ്ട്. കൃതയുഗത്തിൽ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുന്നവനും ത്രേതായുഗത്തിൽ യാഗങ്ങൾ കൊണ്ട് ആരാധിക്കുന്നവനും ദ്വാപരത്തിൽ പരിചര്യ ചെയ്യുന്നവനും ലഭിക്കുന്ന അതേ പരമഫലം തന്നെ കലിയുഗത്തിൽ ഹരിനാമകീർത്തനം ചെയ്യുന്നവനും സിദ്ധിക്കുന്നതാണ്. ഹരേ. പ്രളയങ്ങൾ. ശ്രീശുകൻ തുടർന്നു, ഹേ രാജൻ, പരമാണു തുടങ്ങി ദ്വിപരാർത്ഥം വരെയുള്ള കാലസ്വരൂപത്തെയും കൃതാദിയുഗങ്ങളുടെ കാലക്രമത്തെയും ഞാൻ അങ്ങയോട് പറഞ്ഞു. ഇനി കൽപ്പങ്ങളെക്കുറിച്ചും ലയങ്ങളെക്കുറിച്ചും പറയാം, കേട്ടോളൂ. കൃതം, ത്രേത, ദ്വാപരം, കലി എന്ന ചതുര്യുഗങ്ങൾ 1000 ചേർന്നാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ ആകും. അത് ഒരു കൽപ്പം. അക്കാലത്ത് 14 മനുക്കൾ ആധിപത്യം വഹിക്കും. ബ്രഹ്മാവിൻ്റെ പകൽ കഴിഞ്ഞാൽ രാത്രി. രാത്രിയും 1000 ചതുര്യുഗങ്ങൾ നീണ്ടു നിൽക്കും. അതാണ് പ്രളയം. പ്രളയത്തിൽ ത്രിലോകങ്ങളും ലയം പ്രാപിക്കുന്നു. ലോകകർത്താവായ ശ്രീനാരായണൻ വിശ്വത്തെ തന്നുള്ളിലാക്കി അനന്തശയനനായി നിദ്ര ചെയ്യുന്ന ഈ പ്രളയത്തിന് ബ്രഹ്മാവിൻ്റെ രാത്രി നിമിത്തമുണ്ടായതിനാൽ നൈമിത്തിക പ്രളയം എന്നു പറയുന്നു. അപ്പോൾ ബ്രഹ്മാവും ശ്രീനാരായണനിൽ ശയിക്കുന്നു. സത്യലോകവാസിയായ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലമായ ദ്വിപരാർത്ഥം അവസാനിക്കുമ്പോൾ മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ എന്ന സപ്തപ്രകൃതികളും ലയം പ്രാപിക്കുന്നു. നാശകാരണം സംഭവിക്കുമ്പോൾ മഹദാധികാര്യഭൂതമായ ബ്രഹ്മാണ്ഡം ലയമടയുന്ന ഈ പ്രളയത്തിന് പ്രാകൃതിക പ്രളയം എന്നു പറയുന്നു.
100 സംവത്സരം ഭൂമിയിൽ മഴയില്ലാതിരിക്കും. അപ്പോൾ ആഹാരമില്ലാതായിട്ട് ആളുകൾ അന്യോന്യം പിടിച്ചു തിന്നും. കാലപീഡിതരായ ജനങ്ങൾ ക്രമേണ നാശമടയും. പ്രളയകാല സൂര്യൻ ഉഗ്രകിരണങ്ങൾ കൊണ്ട് സമുദ്രത്തിലെയും ഭൂമിയിലെയും പ്രാണിശരീരങ്ങളിലെയും ജലത്തെ വലിച്ചെടുക്കും. ഒട്ടും തിരിച്ചു കൊടുക്കുകയുമില്ല. അനന്തരം ആദിശേഷൻ്റെ മുഖത്തിൽ നിന്നും ഉത്ഭവിച്ചതും കൊടുങ്കാറ്റുകൊണ്ട് ആളിക്കത്തുന്നതുമായ പ്രളയാഗ്നി പ്രാണികളൊന്നുമില്ലാതായി തീർന്ന പാതാളാദി ലോകങ്ങളെ ദഹിപ്പിക്കും. സൂര്യകിരണങ്ങൾ മുകളിൽ നിന്നും അഗ്നിശിഖകൾ താഴെ നിന്നും എല്ലായിടത്തും വ്യാപിച്ച് ദഹിച്ച ബ്രഹ്മാണ്ടം വെന്തെരിഞ്ഞ ചാണകക്കട്ട പോലെ ശോഭിക്കും. പിന്നെ ഒരു 100-ലേറെ വർഷം അത്യുഗ്രമായ പ്രളയവാദം അടിച്ചുകൊണ്ടിരിക്കും. പൊടി കൊണ്ട് ആകാശം ധൂമ്രവർണ്ണമായിത്തീരും. അനന്തരം വിചിത്രവർണ്ണങ്ങളുള്ള മേഘപംക്തികൾ ഉഗ്രശബ്ദത്തോടെ അലറിക്കൊണ്ട് 100 വർഷം പലവിധത്തിൽ മഴ പൊഴിക്കും. അപ്പോൾ ബ്രഹ്മാണ്ടത്തിനുള്ളിൽ ഇരിക്കുന്ന ലോകം ജലത്തിൽ ആണ്ടുപോകും. വെള്ളത്തിൽ മുങ്ങിയ ഭൂമിയുടെ ഗന്ധഗുണത്തെ ജലം ഗ്രസിക്കും. ഗന്ധം നശിച്ചതോടെ ഭൂമി ജലത്തിൽ ലയിക്കും. ജലത്തിൻ്റെ രസത്തെ അഗ്നി ഗ്രസിക്കുന്നു. രസഹീനമായ ജലം അഗ്നിയിൽ ലയിക്കും. അഗ്നിയുടെ ഗുണമായ രൂപത്തെ വായു ഗ്രസിക്കുന്നു. രൂപരഹിതമായി തീർന്ന അഗ്നി വായുവിൽ ലയിക്കും. വായുവിൻ്റെ ഗുണമായ സ്പർശത്തെ ആകാശം ഗ്രസിക്കുന്നു. സ്പർശശൂന്യമായ വായു ആകാശത്തിൽ ലയിക്കും. അനന്തരം ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദത്തെ ഭൂതാദിയായ താമസാഹങ്കാരം ഗ്രസിക്കും. ശബ്ദശൂന്യമായ ആകാശം താമസാഹങ്കാരത്തിൽ ലയിക്കും. ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെയും അവയുടെ വ്യാപാരങ്ങളെയും രാജസാഹങ്കാരം ഗ്രസിക്കും. ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളെ സാത്വികാഹങ്കാരവും ഗ്രസിക്കും. ത്രിവിധ അഹങ്കാരങ്ങളെയും മഹൽത്തത്വം ഗ്രസിക്കുന്നു. മഹൽത്തത്വത്തെ സത്വാദി ഗുണങ്ങൾ ഗ്രസിക്കുന്നു. കാലചോദിതമായ പ്രധാനം ത്രിഗുണങ്ങളെ ഗ്രസിക്കും. പ്രധാനത്തിന് അഹോരാത്രികൾ കൊണ്ടുള്ള വിപരിണാമം ഇല്ല. അത് അനാദിയും അവ്യക്തവും വൃദ്ധിഗ്രാസരഹിതവും അപക്ഷയരഹിതവും സർവകാരണവുമാകുന്നു. അതിൽ വാക്കിനോ മനസ്സിനോ സത്വരജസ്തമസ്സുകൾക്കോ മഹതാദി തത്വങ്ങൾക്കോ പ്രാണങ്ങൾക്കോ ബുദ്ധിക്കോ ഇന്ദ്രിയങ്ങൾക്കോ ഇന്ദ്രിയ ദേവതകൾക്കോ പ്രവേശമില്ല. അതിന് ലോകരൂപമായ രചനാവിശേഷവുമില്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകൾ അതിനില്ല. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയും അതിലില്ല. സൂര്യൻ അതിനെ പ്രകാശിപ്പിക്കുന്നില്ല. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതിനാൽ സുപ്തമെന്ന പോലെയും അതിസൂക്ഷ്മമാകയാൽ ശൂന്യമെന്ന പോലെയും ഇരിക്കുന്നതും അചിന്ത്യവുമായ അത് സകലതിനും മൂലകാരണം എന്നു പറയപ്പെടുന്നു. പുരുഷൻ്റെയും അവ്യക്തത്തിൻ്റെയും ശക്തികളായ സത്വാദികൾ കാലാധീനങ്ങളും വിവശങ്ങളുമായി ലയം പ്രാപിക്കുന്ന ആ അവസ്ഥയ്ക്ക് പ്രാകൃതിക പ്രളയം എന്നു പറയുന്നു. ഗ്രാഹകമായ ബുദ്ധിയായും കാരണങ്ങളായ ഇന്ദ്രിയങ്ങളായും ഗ്രാഹ്യങ്ങളായ പദാർത്ഥങ്ങളായും വിളങ്ങുന്നത് ജ്ഞാനസ്വരൂപമായ ബ്രഹ്മം തന്നെയാകുന്നു. ദൃശ്യമായതുകൊണ്ടും സർവകാരണമായ ജ്ഞാനത്തിൽ നിന്നും വേറിട്ട് ഉണ്മയില്ലാത്തതിനാലും ആദിയും അന്തവും ഉള്ളതായതിനാലും ഈ പ്രപഞ്ചം സത്യമല്ല. ദീപം, ചക്ഷുസ്, രൂപം എന്നിവ തേജസ്സിൽ നിന്ന് ഭിന്നമല്ലാത്തതുപോലെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും അവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സത്യവസ്തുവിൽ നിന്നും ഭിന്നങ്ങളല്ല. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികൾ ബുദ്ധിയുടെ അവസ്ഥകളാകുന്നു. ഈ നാനാത്വം ആത്മാവിൽ മായ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ആകാശത്തിൽ മേഘങ്ങൾ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നതുപോലെ അവയവമായ ഈ വിശ്വം ബ്രഹ്മത്തിൽ ഉദിക്കുകയും ശയിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങളായ സകല അവയവികൾക്കും കാരണമായ അവയവം തന്നെ സത്യം. അവയവിയായ വസ്ത്രത്തിൻ്റെ അവയവമായ തന്തുക്കൾ വസ്ത്രത്തെ കൂടാതെ തന്നെ നിലകൊള്ളുന്നു. സാമാന്യത്തോടും വിശേഷത്തോടും കാരണത്തോടും കാര്യത്തോടും കൂടിയ വസ്തു അസത്യമാകുന്നു. എന്തെന്നാൽ അവ പരസ്പരാപേക്ഷകങ്ങളാണ്. ഒന്നിനെ വിട്ട് മറ്റൊന്നിന് നിലനിൽപ്പില്ല. മാത്രമല്ല അവയ്ക്ക് ആദിയും അന്തവുമുണ്ട്. ആദിയും അന്തവുമുള്ളത് മിഥ്യയാകുന്നു. കാര്യമായ പ്രപഞ്ചം കാണപ്പെടുന്നുണ്ടെങ്കിലും പ്രത്യേകാത്മഭിന്നമായിട്ട് അണുപോലും പ്രകാശിക്കുന്നില്ല. പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിനെപ്പോലെ ചിദ്രൂപമാണ്. അപ്പോഴും അത് ഏകരൂപമത്രേ. സത്യത്തിന് നാനാത്വമില്ല. ഉണ്ടെന്ന് കരുതുന്നവൻ അജ്ഞനാകുന്നു.
കാണപ്പെടുന്ന നാനാത്വം ഉപാധി ഭേദത്താൽ വന്നുകൂടുന്നതാണ്. ഘടാകാശമെന്നും മഹാകാശമെന്നും പറയാറുണ്ടെങ്കിലും ആകാശം അപരിച്ഛിന്നമാണല്ലോ. ദ്വിവിസ്ഥ സൂര്യനും ജലസ്ഥ സൂര്യനും കാണപ്പെടുന്നുണ്ടെങ്കിലും ഉപാധികൃതമായ ചലനാദികൾ സൂര്യനെ ബാധിക്കുന്നില്ല. ബാഹ്യവായുവെന്നും ശരീരസ്ഥവായുവെന്നും വ്യവഹരിക്കാറുണ്ടെങ്കിലും ഉപാധിക്രിയകളൊന്നും വായുവിനെ സ്പർശിക്കുന്നില്ല. അതുപോലെ ജീവബ്രഹ്മഭേദം സത്യമല്ല. സമർത്ഥരായ പൊൻപണിക്കാർ സ്വർണത്തെ കടകകുണ്ടലാദി നാനാരൂപേണ പണിതെടുക്കുന്നു. അജിതേന്ദ്രിയന്മാർക്ക് അജ്ഞാതനായ ഭഗവാൻ ദേഹാഭിമാനികളായ ലൗകികരാലും വൈദികരാലും ബഹുവിധ നാമരൂപങ്ങളാൽ വർണ്ണിക്കപ്പെടുന്നു. സൂര്യനിൽ നിന്ന് ഉദ്ഭവിച്ചതും സൂര്യനാൽ പ്രകാശിതവുമായ മേഘം സൂര്യാംശമായിരിക്കുന്ന കണ്ണിന് സൂര്യനെ കാണാൻ കഴിയാത്ത വിധം ആവരണം ഉണ്ടാക്കുന്നതുപോലെ ബ്രഹ്മത്തിൻ്റെ കാര്യവും ബ്രഹ്മത്താൽ പ്രകാശിതവുമായ അഹങ്കാരം ബ്രഹ്മാംശമായ ജീവന് ആത്മസ്വരൂപത്തെ അറിയാൻ ഇടകൊടുക്കാതെ ആവരണമായി നിലകൊള്ളുന്നു. അർക്കപ്രഭവമായ മേഘങ്ങളെ അർക്കകിരണങ്ങൾ തന്നെ അകറ്റുമ്പോൾ നേത്രം അർക്കനെ കാണുന്നതുപോലെ ആത്മോപാധിയായ അഹങ്കാരം ആത്മവിചാരത്താൽ നശിക്കുമ്പോൾ ജീവൻ ആത്മാവിനെ ദർശിക്കുന്നു. ഇപ്രകാരം ജ്ഞാനശാസ്ത്രത്താൽ മായാമയവും അഹങ്കാരരൂപവുമായ ആത്മോപാധിയെ ഛേദിച്ച് പരിപൂർണാത്മസ്വരൂപേണ നിലകൊള്ളുന്ന അവസ്ഥയ്ക്ക് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നു. ബ്രഹ്മാദി സർവഭൂതങ്ങൾക്കും സർവദാ ഉൽപ്പത്തി പ്രളയങ്ങളുള്ളതായി സൂക്ഷ്മജ്ഞരായ ചിലർ പറയുന്നു. കാലത്തിൻ്റെ പ്രവാഹവേഗത്താൽ സർവദാ വൃദ്ധിക്ഷയങ്ങൾ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ദേഹാദികളുടെ ബാല്യ യൗവനാദ്യ അവസ്ഥകൾ അവയുടെ നിത്യജന്മ പ്രളയ സൂചകങ്ങളാകുന്നു. പരിണാമികളായ നദീപ്രവാഹം, ദീപജ്വാല എന്നിവയുടെ വൃദ്ധിക്ഷയങ്ങൾ അവയുടെ നിരന്തരമായ ജന്മപ്രളയങ്ങളെയാണല്ലോ കാണിക്കുന്നത്. അനാദിയും അനന്തവും ഈശ്വരമൂർത്തിയുമായ ഈ കാലത്താൽ സംഭവിക്കുന്ന അവസ്ഥാഭേദങ്ങൾ ആകാശത്തിൽ ചന്ദ്രൻ്റെയും മറ്റും ഗതിയെ അറിയാത്തതുപോലെ ആളുകൾ അറിയുന്നില്ല. നിത്യം, നൈമിത്തികം, പ്രാകൃതികം, ആത്യന്തികം എന്ന 4 തരത്തിലുള്ള പ്രളയങ്ങളെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. കാലത്തിൻ്റെ ഗതി ഇങ്ങനെയാണ്. അല്ലയോ കുരുകുലോത്തമ, ലോകകർത്താവും സർവജീവനിവാസഭൂതനുമായ ശ്രീനാരായണൻ്റെ ലീലാകഥകളെ ചുരുക്കി ഞാൻ അങ്ങയോട് പറഞ്ഞു. വിസ്തരിച്ചു പറയാൻ ബ്രഹ്മാവിന് പോലും സാധ്യമല്ല. വിവിധ താപങ്ങളാകുന്ന കാട്ടുതീയിൽപ്പെട്ട് പൊരിയുന്ന മനുഷ്യന് ദുസ്തരമായ സംസാരസാഗരം തരണം ചെയ്യാൻ പുരുഷോത്തമനായ ശ്രീഭഗവാന്റെ ലീലാകഥാമൃതസേവനമല്ലാതെ മറ്റൊരു കടത്തുതോണിയും ഇല്ല. വേദതുല്യമായ ഈ ഭാഗവത പുരാണത്തെ പണ്ട് അനാദ്യനന്തനായ നാരായണ മഹർഷി നാരദന് ഉപദേശിച്ചു. അദ്ദേഹം വ്യാസൻ പ്രീതനായിട്ട് എനിക്കും ഉപദേശിച്ചു. ഇനി ഇത് ഈ സൂതൻ നൈമിഷാരണ്യത്തിൽ ദീർഘസത്രം ചെയ്യുന്ന ശൗനകാദികളുടെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. നാരായണ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.